വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരി കോടതിയിൽ ഹാജരായി. കോട്ടയം വിജിലൻസ് കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. കോടതിയിൽ നിന്നിറങ്ങിയ തച്ചങ്കരി മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് പുറകുവശം വഴി ഓടിപ്പോയി. മിഥുൻ അയ്യപ്പൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരി കോടതി നടപടികൾക്കായി ഹാജരായി. അതിന് ശേഷം മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് പുറകുവശത്തൂടെ ഓടിപ്പോകുന്ന കാഴ്ചയാണോ കാണാൻ കഴിഞ്ഞത്? മിഥുൻ, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരി കോടതിയിൽ ഹാജരായതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ പുറകുവശം വഴി ഓടിപ്പോകുന്ന കാഴ്ചയാണോ അവിടെ നിന്നും കാണാൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും ഇന്ന് രാവിലെയാണ് ടോമിൻ ജെ തച്ചങ്കരി കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരായത്. 2003 നൽകിയ പരാതി 2007 ഈ കേസ് എടുത്തിരുന്നത്. അനധികൃതമായി ടോമിൻ ജെ തച്ചങ്കരി സ്വത്ത് സമ്പാദിച്ചു എന്നതായിരുന്നു പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയതിൽ ഏതാണ്ട് 64 ലക്ഷം രൂപ അനധികൃതമായി സമ്പാദിച്ചിരുന്ന വിജിലൻസ് കണ്ടെത്തിയിരുന്നു. പിന്നീട് പക്ഷേ ഈ കേസ് പുനരന്വേഷിക്കണമെന്നുള്ള ടോമിൻ ജെ തച്ചങ്കരിയുടെ തന്നെ ആവശ്യത്തെ തുടർന്ന് സർക്കാർ അതിന് അത്തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ആ ഉത്തരവിന് കോടതി ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആ ആവശ്യം തള്ളുകയാണ് ചെയ്തത്. ഒരു പ്രതിയുടെ ആവശ്യപ്രകാരം തുടരന്വേഷണം നടത്തുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല എന്ന് വിധിച്ചുകൊണ്ടായിരുന്നു കോടതി അത്തരത്തിൽ നിലപാടെടുത്തത്. വിചാരണ നേരിട്ട് മതിയാകൂ എന്ന കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുതൽ കോട്ടയം വിജിലൻസ് കോടതിയിൽ കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുതൽ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഈ കേസിന്റെ വിചാരണ ആരംഭിച്ചത്. ഏതാണ്ട് 128 സാക്ഷികളാണ് കേസിലുള്ളത്. 145 രേഖകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനാണ് നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുള്ള ടോമിൻ ജെ തച്ചങ്കരി മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് സാധാരണ വന്ന മുന്നോട്ടിലൂടെയുള്ള വഴിയിലൂടെയല്ല, പുറകുവശം വഴി ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഈ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമമാണ് ടോമിൻ ജെ തച്ചങ്കരി ഈ ഘട്ടത്തിൽ നടത്തിയത്. ഈ വിഷയത്തിൽ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. വൈകാതെ തന്നെ കൃത്യമായിട്ടുള്ള സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടെന്നും തുടർച്ചയായിട്ടുള്ള ഒരു വിചാരണയ്ക്കാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. 64 ലക്ഷം രൂപയാണ് ഈ പരിശോധന കാലയളവിൽ ടോമിൻ ജെ തച്ചങ്കരി അനധികൃതമായി സമ്പാദിച്ചുവെന്ന് കണ്ടെത്തിയിട്ടുള്ളത് വിജിലൻസ്. ശരി, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരി കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരായി. കോട്ടയം വിജിലൻസ് കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. പക്ഷേ കോടതിയിൽ നിന്നിറങ്ങിയ തച്ചങ്കരി മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് പുറകുവശം വഴി ഓടിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.